അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്ത് 422 മില്യൺ വരുന്ന ജനസഞ്ചയത്തിന്റെ സംസാര ഭാഷയും 24 രാജ്യങ്ങളുടെ മാതൃഭാഷയും പുരാതന സെമിറ്റിക് ഭാഷാ ഗോത്രത്തിന്റെ തേജസ്സാർന്ന ജീവൽ ഭാഷയുമാണ് അറബി. മധുരമനോഹരമായ ഉച്ചാരണ ശൈലിയും കഥാമൂല്യവും രാജകീയ പ്രൗഢിയുള്ള ലിപികളും അറബി ഭാഷയുടെ പ്രത്യേകതകളാണ്. കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മാറ്റങ്ങളോട് ക്രിയാത്മകമായി പെരുമാറാനുള്ള കഴിവ് അറബി ഭാഷയ്ക്കുണ്ട്. അറബി ഭാഷയുടെ അനിഷേധ്യമായ പ്രസക്തിയും സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ 2010 മുതൽ എല്ലാ വർഷവും ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനമായി ആചരിച്ചു പോരുന്നത്. അബ്ബാസിയ ഭരണകാലം അറബി ഭാഷയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഹാറൂൺ റഷീദിന്റെയും മഅ്മൂനിന്റെയും കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് കവിതകളും ഒട്ടനേകം വിവർത്തനം ചെയ്യപ്പെടുകയുമുണ്ടായി. അറേബ്യൻ നാടുകളിൽ മാത്രം അറബി ഭാഷയുടെ സ്വാധീനം ഒതുങ്ങി നിന്നില്ല, അത് മറ്റ് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി. എല്ലാ ഭാഷകളുടെയും ഒരു പൊതുവായ സ്വഭാവമാണ് അതിന്റെ പരിണാമങ്ങൾക്ക് വിധേയമാവുക എന്നത്. എന്നാൽ പരിണാമം എന്ന പൊതു സ്വഭാവത്തിൽ നിന്ന് അറബി ഭാഷയെ മാറ്റി നിർത്തുന്നത് അതിന്റെ ക്ലാസിക്കൽ പാരമ്പര്യമാണ്. അറബി ഭാഷ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ രീതി ശാസ്ത്രങ്ങളും സാങ്കേതങ്ങളും ഭാഷാ പഠിതാക്കൾക്കും ഭാഷാ പ്രചാരകർക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭാഷ പഠിച്ചതുകൊണ്ടായില്ല, ഫലപ്രദമായും കാര്യക്ഷമമായും വിനിമയം ചെയ്യാൻ കഴിയണം. ആശയവിനിമയത്തിന് മാത്രമല്ല, അറിവുകളുടെ ആദാന പ്രദാനത്തിനും ആസ്വാദനത്തിനും ഒരു ഉപാധിയായി മാറേണ്ടതുണ്ട് ഭാഷ. അറബി ഭാഷയുടെ സാധ്യതകളും അതിന്റെ പ്രസക്തിയും കൂടുതലായി മനസ്സിലാക്കാൻ ആദ്യം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.